ഹാംസ്റ്റർ കോമ്പാറ്റ്. എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹാംസ്റ്റർ കോമ്പാറ്റ്. സംഭവം ഒരു മുയലിനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കളിച്ച് കൊണ്ട് ഇങ്ങനെ കുറേ പോയിൻ്റ് നേടി പൈസക്കാരാവാനുള്ള ഒരു പ്രത്യേക ഗെയിമാണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഗെയിം ഇങ്ങനെ കുത്തി ഒരുപാട് പോയിൻ്റ് വാങ്ങി പൈസക്കാരാവും. അതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. 100% അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കോടീശ്വരന്മാരായി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് പൈസ? അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്നാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പിന്നെ ഇത് നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഗെയിമായിട്ട് ഇങ്ങനെ കളിച്ച് ഒരു മാനസികമായിട്ട് സംതൃപ്തി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ആയിക്കോട്ടെ, നാളെ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസക്കാരാവും എന്നുള്ളൊരു ചിന്താഗതിയിൽ നിങ്ങളിങ്ങനെ കുത്തി കളിച്ചോളി. അതല്ലാതെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. പിന്നെ മാറ്ററിലേക്ക് വരാം. ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ഒരു കറൻസിയാണ് ഇത് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഒന്നാമത്, ഇതിനൊരു ട്രാൻസ്പാരൻസി ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് യാതൊരു ഐഡിയ ആർക്കും തന്നെ ഇല്ല. ഇതിൻ്റെ ഡെവലപ്പേഴ്സ് ആരാണെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ എവിടെയില്ല. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനിയാണോ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണോ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇത് റഷ്യൻ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗെയിമാണെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രോഡ് പരിപാടി ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. പിന്നെ എന്തായിരിക്കും ഇവർ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 50-50 ചാൻസ് ആയിരിക്കും. അവർ തന്നെ, ഈ ഡെവലപ്പേഴ്സ് തന്നെ ഇതൊരു 50-50 ചാൻസിന് വേണ്ടി കളിക്കുകയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെന്നായാലും അവർ 4 കാല് വെക്കും. അതായത് ഇത് ഫ്ലോപ്പ് ആയാലും ഇല്ലെങ്കിലും അവർക്ക് പൈസ കിട്ടും. അത് 100% ഉറപ്പാണ്. ഇതിങ്ങനെ കളിച്ചിട്ട് എങ്ങാനും ഇത് സക്സസ് ആയാലോ എന്ന് വിചാരിച്ച് നമ്മൾ കളിക്കുകയാണെങ്കിലും നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എത്ര മില്യൺസ് പോയിന്റ് ഇതിൽ നമ്മൾ നേടിയാലും അത്രയൊന്നും എന്താ പറയുക, വലിയൊരു എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇത് സക്സസ് ആണെങ്കിൽ അവർ തന്നെ 50-50% കളിക്കുന്ന കളിയിൽ ഇൻ കേസ് ഇത് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവർക്കൊരു ബാക്കപ്പ് പ്രൊസീജിയറും കൂടി ഉണ്ടാവും. അതായത് ഇൻ കേസ് ഇത് സക്സസ് ആവുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശം അവർക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. അതായത് എന്തെങ്കിലും പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരും. ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം. ആ ചെറിയ എമൗണ്ട് ചെയ്യാൻ ആരും തയ്യാറാതിരിക്കില്ല. എല്ലാവരും അതിൽ പൈസ ഇടും. അതായത് ഇപ്പോൾ ഒരു 150 മില്യൺസ് എബോവ് ഫോളോവേഴ്സ് ഇപ്പോൾ അവർ കറണ്ടിലുണ്ട്. എന്ന് വെച്ചാൽ അത് വീണ്ടും ഹൈപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ അതിലുള്ളൊരു 10-20% ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ, ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അവർക്ക് കിട്ടാൻ പോകുന്നത് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണിയാണ്. പക്ഷേ നമുക്ക് വലിയൊരു എമൗണ്ട് നഷ്ടപ്പെടില്ല എന്നാണ് നമ്മൾ ചിന്തയിലുണ്ടാവുക. കാരണം നമ്മൾ 10-20 റുപ്പീസ് ആയിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളത് സില്ലി ഒരു എമൗണ്ട് അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. 50-50 ചാൻസ് അല്ലേ, കിട്ടി പോയാൽ പോയി. സോ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഗെയിമായിട്ട് കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിലേക്ക് നമ്മുടെ എമൗണ്ട് ഓഫ് മണി വെറുതെ ആരും ട്രാൻസ്ഫർ ചെയ്ത് കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈവൻ അത് കൺഫേം ആയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അതുവരെ അതിനൊരു വൈറ്റ് പേപ്പർ ഇല്ലാത്തിടത്തോളം കാലം ഒരു സില്ലി എമൗണ്ട് ഓഫ് മണി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും അതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനവും നിങ്ങൾ എടുക്കാൻ നിൽക്കേണ്ട. കാരണം അത് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 100% ഇത് കൺഫേം ആയതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ മുയലിനെങ്ങനെ കുത്തിയിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ സ്വപ്നം കാണാം. അതായത് ഇപ്പോൾ ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്വപ്നം കാണല്ലോ, അത് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ന് ഒരുപാട് പ്ലാനുകൾ ഉണ്ടാവുമല്ലോ.
അതുപോലെ ഇതിങ്ങനെ പൈസ കുത്തിയിട്ട് ഇത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഉണ്ടാവും, അങ്ങനെ എമൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ $1 ഒരു കോയിൻ്റെ വാല്യൂ എന്നൊക്കെ വിചാരിച്ച് മനസ്സിലിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് ഇത് നമ്മൾ മില്യൺസ് ഓഫ് കോയിൻസ് ഇങ്ങനെ ഉണ്ടാക്കില്ല, അത് വെച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ കാൽക്കുലേറ്റർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത്ര എമൗണ്ട് ആയി, ഇന്ന സാധനം വാങ്ങണം, ഇന്ന വീട് ഉണ്ടാക്കണം എന്നുള്ള ഓരോ സ്വപ്നങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം. അത് ലിസ്റ്റ് ചെയ്ത് അതുവരെ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ചങ്ങന്മാരെ കുത്തിക്കോളി, പൈസ ഉണ്ടായിക്കോളി. പക്ഷെ പൈസ അതിലേക്ക് ഇടാൻ നിൽക്കണ്ട, അത്ര നമുക്ക് പറയാനുള്ളൂ. ബൈ ബൈ.